കൊച്ചിയിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് വന്നത് ഒബ്രോൺ മോളിലായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഒബ്രോൺ മോൾ ഒന്ന് റീവിസിറ്റ് ചെയ്താണ്. പണ്ടത്തെ സിനിമാക്സ് ഇപ്പോൾ PVR സിനിമാസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. PVR പാസ്പോർട്ട് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് റേറ്റിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സ്ക്രീം 7 വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമും കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ടില്ല, അതൊന്നാമത്തെ കാര്യം. പക്ഷേ ഇതിന്റെ ഈ സിനിമയുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഹോളിവുഡ് സിനിമകളിലെല്ലാം വരുന്ന ടെക്നിക്കലി സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിങ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ നല്ലത് എന്ന് പറയാനുള്ളൂ. അതല്ലാതെ ഇതിന്റെ കഥ, തിരക്കഥ, പിന്നെ ഇതിനകത്ത് പെർഫോമൻസ്, പിന്നെ ഇതൊരു ഹൊറർ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഹൊറർ എലമെന്റ് ആണെങ്കിലും ത്രില്ലിംഗ് എലമെന്റ് ആണെങ്കിലും ഇതെല്ലാം ബിലോ ആവറേജ് ഉള്ള, അതായത് ഇത്രയും കാലം ഈ സ്ക്രീം സീരീസ് എന്തിനേക്കാണോ കളിയാക്കിക്കൊണ്ടിരുന്നത് അത് ഇവരുടെ സിനിമയ്ക്ക് വന്നു ഭവിച്ചു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ സ്ക്രീം സീരീസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോളിവുഡിൽ ഇത്രയും കാലം ഇറങ്ങിയിട്ടുള്ള എല്ലാ സീരിയൽ കില്ലർ അല്ലെങ്കിൽ സ്ലാഷർ ജോണറിൽ വരുന്ന സിനിമകളെല്ലാം കളിയാക്കുന്ന, അതിനെയൊക്കെ സർക്കാസ്റ്റിക്കലി കാണിക്കുന്ന, അതിൽ വരുന്ന ക്ലീഷേസിനെയൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു സ്ക്രീം ഫസ്റ്റ് പാർട്ട്. അതുകൊണ്ട് തന്നെ സ്ക്രീം ഫസ്റ്റ് പാർട്ട് നല്ല രീതിയിൽ വിജയമായിരുന്നു. പിന്നീട് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയപ്പോൾ ഹോളിവുഡിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളുടെ സെക്കൻഡ് പാർട്ടിന്റെ ക്ലീഷേസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ അവർ കളിയാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീം 2 നല്ലൊരു സക്സസ് ആയിരുന്നു. സ്ക്രീം 3ലേക്ക് വന്നപ്പോൾ ഈ ട്രിളജി മൂന്നാം ഭാഗം അതിനകത്തുള്ള ക്ലീഷേസ് കാര്യങ്ങളൊക്കെ അവർ വീണ്ടും കളിയാക്കിക്കൊണ്ടിരുന്നു. നല്ല രീതിയിൽ ഫാൻസ് ഉണ്ടായിരുന്നു ഈ സ്ക്രീം സീരീസിന്. 4ലേക്ക് വന്നപ്പോഴാണ് ഈ ഹോളിവുഡിൽ റീബൂട്ട് കൾച്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റീബൂട്ട് കൾച്ചറില്ലേ, ആ സംഭവത്തെ നല്ല രീതിയിൽ മോക്ക് ചെയ്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് സ്ക്രീം 4 വരുന്നു. പിന്നെ സ്ക്രീം 5ലേക്ക് എത്തിയപ്പോഴാണ് അവർ റീക്വൽ എന്ന് പറഞ്ഞൊരു കാര്യം, അതായത് ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസ് സിനിമ ഉണ്ടായിരുന്നു, ഒറിജിനൽ കാസ്റ്റ് അവിടെ ഉണ്ടാവും, അതുകൂടാതെ പുതിയ ആൾക്കാർ, പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ, ആ റീക്വൽ സംഭവങ്ങളുണ്ടല്ലോ അതിനെ കളിയാക്കിക്കൊണ്ടായിരുന്നു സ്ക്രീം 5 വന്നത്. ഇനി സ്ക്രീം 6ലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇവരുടെ, അതായത് വൂട്സ് ബ്രൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ എന്താ പറയുക ഈ ഗോസ്റ്റ് ഫേസിന്റെ മർഡറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതൊരു വലിയ രീതിയിലേക്ക്, അതായത് ന്യൂയോർക്ക് മുഴുവനായിട്ട് ചെറിയ ടൗണിൽ നിന്ന് സ്മോൾ ടൗണിൽ നിന്ന് ബിഗ് ടൗണിലേക്ക് ആ രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന രീതി, പിന്നെ ഇന്റലക്ച്വൽ ആ ഒരു ഇവരുടെ പ്രോപ്പർട്ടി ആണല്ലോ ഈ ഗോസ്റ്റ് ഫേസ്, പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ സിഡ്നി പ്രിസ്കോട്ട് എന്ന ക്യാരക്ടേഴ്സൊക്കെ, ഇതിനെ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഈ സ്റ്റുഡിയോ ഒരു പിഴിഞ്ഞ് ഇതൊക്കെ കൊണ്ടുപോകുന്നു, ആ രീതിയിലേക്കായിരുന്നു സ്ക്രീം 6 വന്നുകൊണ്ടിരുന്നത്. ആക്ച്വലി സ്ക്രീം 6 വന്നപ്പോഴേക്കും ഇവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം തീർന്നു. അതിനുശേഷമാണ് അതിന് സ്ക്രീം 5ലും 6ലും ഒക്കെ ആയിരുന്നു ജെന്ന ഓർട്ടേഗ, പിന്നെ മെലിസ ബെരേരയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. കാരണം അത് പുള്ളിക്കാരിയുടെ ആക്ടിങ്ങിൻ്റെ അല്ല, പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പുള്ളിക്കാരിയുടെ സംസാര രീതി, പുള്ളിക്കാരിയുടെ ആ ഒരു പേഴ്സണാലിറ്റി കണ്ട് നമുക്ക് വളരെയധികം ഇമ്പ്രസ്, ആ രീതിയിൽ തോന്നിക്കുന്ന ഒരു ആക്ട്രസ്സാണ് പുള്ളിക്കാരി. പക്ഷേ ഗാസ, അതായത് പാലസ്തീൻ ഇസ്രായേൽ ആ ഒരു യുദ്ധം വന്നപ്പോൾ ഇസ്രായേലിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഈ പുള്ളിക്കാരിയെ ഈ സ്ക്രീം സീരീസിൽ നിന്ന് തന്നെ, അതായത് ഇന്ന് ബാൻ ചെയ്തു. അങ്ങനെ ഇനി പുള്ളിക്കാരി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി ജെന്ന ഓർട്ടേഗ വെൻസ്ഡേയിലൊക്കെയുള്ള പുള്ളിക്കാരിയും വരില്ല എന്ന് പറഞ്ഞു. ഡയറക്ടർ കുറേ ത്രെട്ടൊക്കെ വന്നായിരുന്നു. ഇവർ രണ്ടുപേരും മാറിയപ്പോൾ താൻ ഇനി ഡയറക്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഡയറക്ടറും പിന്മാറി. അങ്ങനെയൊക്കെയാണ് സ്ക്രീം 7 എന്ന് പറയുന്ന സിനിമ എടുത്തത്. അപ്പം അത് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ അടപടലമാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു സിനിമയാണ് സ്ക്രീം 7. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആ സ്ക്രീം ക്വീൻ ആയിട്ടുള്ള സിഡ്നിയുടെ കഥ തന്നെ പറയുന്ന സിഡ്നിക്ക് ഒരു മകളുണ്ട്. അപ്പോൾ ഈ മകളിനെയാണ് ഇപ്പോൾ പുതിയ ഗോസ്റ്റ് ഫേസ്, അതായത് 2-3 കില്ലേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനകത്ത്, അപ്പോൾ അവർ പിന്തുടരുന്നു. അപ്പോൾ അതിന് സിഡ്നി രക്ഷിക്കാൻ വേണ്ടി പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പടം വരുന്നത്. ഈ പടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീം സീരീസിൽ ഇത്രയും കാലം ഇവർ ഏതൊക്കെ ആ സിനിമകളിലെ ക്ലീഷകളെ എന്തിനെയൊക്കെയാണോ ഇവർ മോക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും. ആ സിനിമയും സ്ക്രീം 7 എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. അതാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ അത് വരുന്നത് ഇതിനകത്ത് സിഡ്നിയുടെ മകളെ പരിചയപ്പെടുന്നുണ്ട്, മകളുടെ കൂട്ടുകാരുണ്ട്, ഗോസ്റ്റ് ഫേസ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വയലൻസ് ലെവൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിലൊക്കെ വരുന്ന പോലെ, അല്ലെ ഫൈനൽ ഡെസ്റ്റിനേഷനിലൊക്കെ നല്ല ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് സീക്വൻസ് ഒക്കെ വരില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം സ്ക്രീം സീരീസിൽ ഒരു പരിധി കൂടുതൽ അങ്ങനെ വയലൻസ് ഇങ്ങനെ കാണിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിനി മാക്സിമം വയലൻ്റ് ആക്കാം എന്നുള്ള രീതിയിലൊക്കെ നോക്കിയതായിരിക്കാം. പിന്നെ പഴയ ക്യാരക്ടേഴ്സ് 2-3 പേര് നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു മെനയാവാത്ത സ്റ്റോറി ലൈൻ, അതായത് ഇതിൻ്റെ ഫസ്റ്റ് ആക്ട് ആണെന്നുണ്ടെങ്കിൽ ഈ മകളുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളാണ്. മകൾ അമ്മയെപ്പോലെയാണോ, അല്ലെങ്കിൽ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെപ്പോലെ തനിക്ക് അത് നേരിടാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന മകള്. അപ്പോൾ നമുക്ക് തന്നെ സംശയിക്കാൻ വേണ്ടി കുറേ ക്യാരക്ടേഴ്സിനൊക്കെ അങ്ങനെ കാണിക്കും. CBI പടങ്ങളിലൊക്കെ പോലെ ഒരു ബന്ധമില്ലെങ്കിലും ഇങ്ങനെ സംശയം തോന്നണം എന്നുള്ള രീതിയിലൊക്കെ കടന്ന് കാണിക്കുന്നു. അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സൊക്കെ വരുന്നു. പിന്നെ സെക്കൻഡ് ആക്ടൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ കില്ലിങ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ഹൊറർ ത്രില്ലർ എന്നുള്ള രീതിയിൽ ഹൊറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജംസ്കെയർ ആണ് പൊതുവെ കാണിക്കാറുള്ളത്. പക്ഷേ ജംസ്കെയർ അടക്കം ഇതിനകത്ത് വീക്കായിട്ടാണ് തോന്നിയത്. ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് ഒന്നും തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് സിഡ്നി അടക്കം മെയിൻ ക്യാരക്ടേഴ്സിന് എന്ത് പറ്റിയാലും
ഒരു മാങ്ങാത്തൊലി ഇല്ല എന്നുള്ളൊരു ഫീലിൽ ആ രീതിയിലുള്ളൊരു നറേഷനാണ് ഈ പടത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു ഈ മൊത്തത്തിൽ ഈ കാസ്റ്റ് മാറി, ഡയറക്ടർ മാറി, അങ്ങനെയൊക്കെ വന്നപ്പോൾ മൊത്തത്തിൽ കൈവിട്ടു പോയിട്ടുള്ള ഒരു ഫിലിമായിട്ടാണ്. അത് മൊത്തത്തിൽ എവിഡൻ്റ് ആണ് ഈ പടത്തിൽ മുഴുവൻ. ആൻഡ് ഫൈനൽ ആക്ടിലാണല്ലോ ഈ സ്ക്രീം, അതായത് ഗോസ്റ്റ് ഫേസ് ആരാണ്, എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇന്നേ വരെ ഇറങ്ങിയ സ്ക്രീം പടങ്ങളിൽ ഏറ്റവും മോശം ഗോസ്റ്റ് ഫേസ്, ഏറ്റവും മോശം മോട്ടീവ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് റിവീലാകുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. കാരണം നമ്മൾ സംശയിക്കുന്ന എല്ലാവരും ഓരോരുത്തരായിട്ട് മരിച്ചു പോകുന്നു. പിന്നെ ഇത് ആരായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി സ്ക്രീൻ പടങ്ങൾ തരാറുണ്ട്. പക്ഷേ ഇത് ഈ ഇതിൻ്റെ റിവീലേഷൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പക്കുട്ടാ നീയാ എന്നൊക്കെ പറഞ്ഞ പോലെ ആ രീതിയിലൊക്കെ ഒരു അയ്യോ ശരിക്കും ഭയങ്കര മോശം. അതായത് പിന്നെ നമുക്കറിയാം ഇത് ഏറ്റവും ലോ റേറ്റിംഗ്, എനിക്ക് തോന്നുന്നു ലോ റേറ്റിംഗ് ഇതല്ല നേടിയത്, പക്ഷെ ആ ലോ റേറ്റിംഗ് നേടിയ സിനിമയെക്കാളും മോശമാണ് ഈ സിനിമ. പറഞ്ഞിട്ട് കാര്യമില്ല. ചില പടങ്ങൾ DOA ആണ്, ഡെഡ് ഓൺ അറൈവൽ ആണ്. അങ്ങനെയുള്ളൊരു പടമാണ് സ്ക്രീം 7. ആൻഡ് ഇതിൻ്റെ ഷോർട്ട് ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലക്സ് അല്ലെങ്കിൽ 4DX, ഈ 2 ഓപ്ഷനാണ് നല്ല തിയേറ്ററിൻ്റെ ലിസ്റ്റുകളിലുള്ളൂ. ഞാൻ ഈ സിനിമ കണ്ടത് PVR ഓബ്രോൺ മാളിലാണ്. ഓബ്രോൺ മാളിൽ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ആ തിയേറ്ററിലേക്ക് പോയത്. പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ. 2K Xenon പ്രൊജക്ഷനാണ്. പക്ഷേ ഈ സിനിമയുടെ DCP അത്യാവശ്യം കൊള്ളാവുന്ന ഒരു DCP ആണെന്ന് തോന്നുന്നു. കാരണം 7.1 നല്ല ചാനൽ ആക്ടിവിറ്റി, നല്ല സറൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിക്ചർ ഉണ്ടല്ലോ, പിക്ചറിന് ബ്രൈറ്റ്നസ് തീരെയില്ല. അപ്പോൾ ഇത് ഈ സിനിമ എന്ന് പറയുമ്പോൾ സ്ക്രീം സീരീസിൽ കുറേ നൈറ്റ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ തിയേറ്ററിൻ്റെ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് തിരിച്ചടിയായിരുന്നു. അപ്പോൾ എന്നാൽ അത് ഒക്യുപ്പൻസി ഇല്ല, വളരെ ഒക്യുപ്പൻസി കുറഞ്ഞുകൊണ്ടാണ് ഇവർ നോർമൽ സ്ക്രീനുകളിൽ നിന്നൊക്കെ മാറ്റി ഒന്നെങ്കിൽ ലക്സ് അല്ലെങ്കിൽ 4DX എന്നുള്ള രീതിയിലേക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ പൊതുവെ തിയേറ്ററിലെ ആളുകളൊന്നുമില്ല. ഈ ഫെബ്രുവരി ഈ റമദാൻ തുടങ്ങിയ പിന്നെ പൊതുവെ തിയേറ്റേഴ്സിൽ വളരെ കുറവാണ്. ഇപ്പം ഞായറാഴ്ച അടക്കം 129 ഓഫേഴ്സൊക്കെ PVR പോലുള്ള തിയേറ്റേഴ്സൊക്കെ ഇടുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സ്ക്രീം 7 ഇനി ഒരു സ്ക്രീം 8 എന്ന് പറഞ്ഞൊരു പടം ഇനി വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇവരുടെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. ഇവർക്ക് ഇനി കളിയാക്കാനൊന്നുമില്ല. ഇനി ഇവർക്ക് കളിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീം 7 കളിയാക്കി സ്ക്രീം 8 എന്ന് പറഞ്ഞെടുക്കാം, അതല്ലാതെ വേറെ ഒന്നുമില്ല.